അപ്പൊ പറയും ആയിഷ ബീവി അത്ര റളിയല്ലാഹു അൻഹ എത്ര ചെറുപ്പത്തിൽ കല്യാണം കഴിച്ചോന്ന്. നമ്മുടെ നാട് നമ്മുടെ കാലഘട്ടത്തിൽ നടക്കുന്നില്ലേ? ഇപ്പൊ നമുക്ക് ആലോചിക്കുമ്പോ അല്ലാഹ് നമ്മുടെ ഉമ്മ പാവട്ടോ, 12 വയസ്സിലൊക്കെ ഉമ്മ പ്രസവിച്ചു എന്ന് പറയും. പടച്ചോനെ എന്തൊരു വലിയ പാവായി പോയി. നമുക്ക് നമ്മുടെ 20-ാം നൂറ്റാണ്ടിലും 21-ാം നൂറ്റാണ്ടിലുമായി കിടക്കുന്നത് 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്തത് നബി തങ്ങൾക്കോ തങ്ങളുടെ കുടുംബത്തിനോ ആയിഷ ബീവിക്കോ തങ്ങളുടെ ശത്രുക്കൾക്കോ പോലും ഒരു വ്യത്യസ്ത സംഭവമായിട്ട് പോലും തോന്നിയില്ല എന്നത് നമ്മൾ ചരിത്രം വായിക്കണം. തങ്ങളുടെ ഏതെങ്കിലും ശത്രുക്കൾ നബിയെ അപമാനിച്ചുകൊണ്ട് പറഞ്ഞോ ആയിഷ ബീവി കല്യാണം കഴിച്ചു? ആരും പറഞ്ഞിട്ടില്ല. എന്തേ? എത്രയോ ഫ്രഞ്ച് രാജാക്കന്മാർ, ഇംഗ്ലണ്ടിലെ രാജാക്കന്മാർ, വെസ്റ്റേൺ രാജാക്കന്മാർ കല്യാണം കഴിച്ചവരുടെ ഭാര്യമാരുടെ വയസ്സൊന്ന് ചരിത്രത്തിൽ നോക്കിയാൽ മനസ്സിലാവും. അവരാണ് ഇപ്പൊ ഈ കൊഞ്ഞനം കാണിക്കുന്നത്. പുണ്യ നബി തങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ജീവിതത്തിലേക്ക് സ്വീകരിച്ചു എന്നല്ലേ ഉള്ളൂ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ 9-ാം വയസ്സിൽ പ്രസവിച്ചു എന്നാണോ ഈ പറഞ്ഞത്? അല്ലല്ലോ. വീട്ടിലേക്ക് ഹബീബായ നബി തങ്ങളുടെ ഭാര്യയായി അവര് ജീവിതത്തിലേക്ക് കടന്നു വന്നു. പുണ്യ നബി തങ്ങൾ ആരാണെന്ന് ആദ്യം മനസ്സിലാക്കണം. ഹബീബായ നബി തങ്ങൾ ഒരു വൈകാരിക വെറിയുണ്ടായി നടന്ന ആളായിരുന്നോ? മഅദല്ലാഹ്. അങ്ങനെ ആയിരുന്നുവെങ്കിൽ 25 വയസ്സുണ്ടായിരിക്കെ നബി 40 വയസ്സുള്ള ഖദീജ റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിക്കുമായിരുന്നു. അതെന്താ അവര് പറയാത്തത്? ജീവിതത്തിന്റെ ചുടുചുറുക്കുള്ളൊരു സമയത്ത് 25 വയസ്സാ ഹബീബിന്, എന്താ ആ കല്യാണം ഇവരും ഉണ്ടാത്തത്? ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ഈ കല്യാണം കഴിയുന്നത് ഖദീജ ബീവിയെ കല്യാണം കഴിഞ്ഞ് 25 കൊല്ലം കഴിഞ്ഞിട്ടാ. അതിന്റെ മുമ്പുള്ള ഈ സംഭവം എന്താ ഇവര് പറയാത്തത്? അത് മിണ്ടൂല. അത് നബി തങ്ങൾക്ക് ഗുണമുള്ള സംഭവമല്ലേ? അത് വേണ്ട. തങ്ങൾ അപമാനിക്കാനാ അവർ തീരുമാനിക്കുന്നത്. നിങ്ങളുടെ പരിഭവമൊക്കെ പോട്ടെ. ആയിഷ ബീവി